CPMന്റെ ജില്ലാ സമ്മേളന കാലത്ത് തലപൊക്കിയിരിക്കുന്ന വിഭാഗീയത നേതാക്കൾക്ക് തലവേദനയാകുകയാണ്. CPM ചരിത്രത്തിൽ പണ്ടും വിഭാഗീയതകൾ രൂപപ്പെട്ടിരുന്നുവെങ്കിലും അതെല്ലാം തികച്ചും ആശയപരമായി മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. വിഭാഗീയതയുടെ ഭാഗമായി ഗുരുതര ലൈംഗിക പീഡന ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, തമ്മിലടി എന്നിവയാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ വിഭാഗീയത രൂക്ഷമാകുന്ന സാഹചര്യമാണ്. CPMന്റെ ഒരു 10-15 കൊല്ലത്തെ ചരിത്രമൊന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ VS പക്ഷവും പിണറായി പക്ഷവും മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ അത് പിണറായി പക്ഷം മാത്രമായിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ CPM പ്രാദേശിക തലത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ വിഭാഗീയത അല്ലെങ്കിൽ പല പക്ഷങ്ങൾ ഉള്ളത്. ഇപ്പോഴുണ്ടായ യോഗം പിരിച്ചുവിടലിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇതിൽ പലതും സമ്മേളന കാലത്തിന് മുൻപ് പരിഹരിക്കാമായിരുന്നതാണെന്നും നേതൃത്വം ഇടപെട്ട് വഷളാക്കിയെന്ന സ്ഥിതിയാണ് കാണുന്നതെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് നിലനിൽക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ വിഷയത്തിൽ ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് യോഗം വിളിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ട സ്ഥിതി വരെ ഉണ്ടായി. ഏരിയ സമ്മേളനം നടത്തേണ്ട എന്ന് തീരുമാനിക്കുകയും ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഡിസംബർ 10 നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഇത് പ്രതിഫലിക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ആലപ്പുഴയിൽ നോക്കിയാൽ അവിടുത്തെ സ്ഥിതി ഗുരുതരമാണ്. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു BJPയിൽ ചേർന്നിരുന്നു. ഇത് വലിയ തിരിച്ചടിയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ CPMലെ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടയിലാണ് ബിബിൻ പാർട്ടി വിടുന്നതും. ആലപ്പുഴ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിനിടെയും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി സജി ചെറിയാൻ സലാം പക്ഷം 2 തട്ടിലാണ്. ഏരിയ സെക്രട്ടറിയായി സജി ചെറിയാൻ നിർദ്ദേശിച്ച പേര് വെട്ടിയിരുന്നു. മത്സ്യത്തൊഴിലാളി നേതാവ് C ശ്യാംജിയെ സെക്രട്ടറിയാക്കാനായിരുന്നു സജി ചെറിയാന്റെ നീക്കമെന്ന ആരോപണവും ഉണ്ടായി. എന്നാൽ സലാം ഇത് തടയുകയും പകരം VK ബൈജുവിന്റെ പേര് മുന്നോട്ട് വയ്ക്കുകയും ഒടുവിൽ അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുലിന് നറുക്കു വീഴുകയുമായിരുന്നു. മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് R രാഹുലിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള ആളെ സെക്രട്ടറി ആക്കിയതിൽ അണികൾക്കിടയിലും അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് വിവരം. അതുപോലെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ മുതിർന്ന CPM നേതാവ് G സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല എന്നതും വിവാദമായിരുന്നു. ഇതിനൊപ്പമാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയത. ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഈ മാസം 11 തിരുവല്ല ഏരിയ സമ്മേളനം നടക്കേണ്ടതാണ്. അതിനു മുന്നോടിയായി ലോക്കൽ സമ്മേളനം പൂർത്തീകരിക്കണം. സമവായ നീക്കത്തിന്റെ ഭാഗമായി ജില്ലാ നേതൃത്വം തിരുവല്ല ഏരിയ ലോക്കൽ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പീഡനക്കേസിൽ പ്രതിയായ സജിമോനെ പിന്തുണയ്ക്കുന്നവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം. തർക്കം തുടർന്നാൽ കരുനാഗപ്പള്ളിയിലേതുപോലെ സമ്മേളനം ഒഴിവാക്കി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമത വിഭാഗം EMS സ്മാരകം എന്ന പേരിൽ ഒരു ഓഫീസ് തുറന്നതും നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ടു വന്നയാളെ പാർട്ടി ലോക്കൽ നേതൃത്വത്തിലേക്ക് ഉയർത്തിയതാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ജില്ലാ സമ്മേളനത്തിന് മുൻപ് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തണമെന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ട്. അതേസമയം ഇപ്പോഴുണ്ടായ ഈ വിഭാഗീയതകൾക്കെല്ലാം CPM നേതൃത്വത്തെ തന്നെ പഴിക്കാനാവുകയുള്ളൂ. കാരണം പല ജില്ലകളിലും വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ ജില്ലാ സെക്രട്ടറിയെ അറിയിച്ചിട്ട് പോലും വേണ്ട വിധത്തിൽ ആ വിഷയം അഭിസംബോധന ചെയ്യാൻ പോലും അല്ലെങ്കിൽ ആ പരാതി അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. പരാതി നൽകുന്നവർ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കൂടാതെ അവർക്ക് പാർട്ടി വിട്ടു പോകാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കി കൊടുക്കുന്നതും. അല്ലെങ്കിൽ ഈ പരാതി നൽകിയവർ പിന്നീട് വിമതരാകുന്നു. ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം തുടർഭരണത്തിന്റെ പ്രത്യാഘാതമാണോ ഈ വിഭാഗീയത എന്നതാണ്. അധികാരം ഉപയോഗിച്ച് പലതും നേടിയെടുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അത് താഴെത്തട്ടിലെ പ്രവർത്തകരെയും മറ്റ് അണികളെയും ബാധിക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥിതി മുന്നോട്ടു പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിലെ മുഴുവൻ CPMകാരെയുമാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഈ വിഭാഗീയതകൾ തികച്ചും ഗുരുതരമാണ്. അതിനാൽ തന്നെ ഇനിയെങ്കിലും ഇത്തരം വിഭാഗീയതകൾ ഉണ്ടാകാതെ അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ CPM തയ്യാറാകേണ്ടതുണ്ട്.